ഫ്രണ്ട്സ്, ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ന്യൂസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ഇറക്കിയിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആൻ്റോണിയോ ജർമ്മനിലെ ഈ സീസണിലും വീണ്ടും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് കളിക്കാൻ സാധ്യത ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. അതെന്തെന്നാലും താരം തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് കണ്ടാൽ നമുക്കത് മനസ്സിലാവും. എന്നാലും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായിട്ടൊരു പോസ്റ്റോ ഫേസ്ബുക്ക് പേജിലൊന്നും ഔദ്യോഗികമായിട്ട് കൺഫേം ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് ഈ പോസ്റ്റ് കണ്ടാൽ താരം തന്നെ നേരിട്ട് വന്നിട്ട് ഇട്ടിരിക്കുന്ന ഈ പോസ്റ്റ് കണ്ട് നമുക്ക് ഏതാണ്ട് ഒരു കളിക്കുമെന്നൊരു ധാരണയിൽ നമുക്ക് എത്താൻ സാധിക്കും. നമുക്ക് ആ പോസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് ആ പോസ്റ്റ്. നിങ്ങൾക്ക് കാണാം, ആൻ്റോണിയോ ജർമ്മൻ്റെ പോസ്റ്റാണ്. I am coming back my home. #KBFC. Very excited for this moment. Mission activated Cup Season 4. ഇത് കാണുമ്പോൾ അദ്ദേഹം വരും എന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇനി ഇതിന് മറ്റൊരു തെളിവ് കൂടി നമുക്ക് നോക്കാം. അദ്ദേഹം അതിൻ്റെ ട്വിറ്റർ പേജിൽ ഒരു ആരാധകന് കൊടുത്ത മറുപടിയാണ്. ആരാധകൻ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി കൊടുത്ത് ജർമ്മൻ്റെ ആ പോസ്റ്റ് ആ സ്ക്രീൻഷോട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതാണത്. ഇതിൽ കാണാം, ആൻ്റോണിയോ ജർമ്മൻ വീണ്ടും ഒരു ടിക്ക് കെട്ടിക്കണം. അപ്പോൾ ഒഫീഷ്യൽ പേജാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. ചോദിക്കുന്നില്ല, ആരാധകൻ ചോദിച്ച ചോദ്യം ഹലോ യു ബാക്ക് ടു ഹോം KBFC എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് അദ്ദേഹം കൊടുത്ത മറുപടി കണ്ടില്ലേ, ജസ്റ്റ് ബ്രോ ഐ ഷുഡ് ബി ബാക്ക് സൂൺ. അതാണ്. അപ്പോൾ ഈ രണ്ട് തെളിവുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകദേശം ഒരു 90% അദ്ദേഹം കേരളത്തിലേക്ക് വീണ്ടും വരും, ഏസിൽ കളിക്കുമെന്ന് തന്നെയാണ്, കേരള ബ്ലാസ്റ്റേഴ്സിൽ. പിന്നെ ഇദ്ദേഹം വരുമെന്ന് പറയുമ്പോൾ നമുക്ക് അത്ര സന്തോഷം ഉണ്ടാവേണ്ട കാര്യമൊന്നുമല്ല. കാരണം കഴിഞ്ഞ സീസണിലൊന്നും അത്ര നല്ല പ്രകടനമല്ല ജർമ്മൻ കാണിച്ചു വച്ചിരിക്കുന്നത്. പക്ഷെ രണ്ടാമത്തെ സീസണിൽ ശ്രദ്ധേയമായ പ്രകടനമാണ് ഇവർ കാഴ്ച വച്ചിരിക്കുന്നത്. രണ്ടാം സീസണിൽ നമ്മൾ കണ്ടതാണ്, സാഞ്ചസ് വാട്ടിന് പകരമായിരുന്നു ജർമ്മൻ വന്ന് പിന്നെ ഗോളായിരുന്നു. 6 ഗോളൊക്കെ അടിച്ചു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടോപ്പ് സ്കോററായിരുന്നു. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഒപ്പം 6 ഗോൾ അടിച്ചിട്ട് ടോപ്പ് സ്കോറായിരുന്നു. പക്ഷെ പിന്നെ മൂന്നാം സീസണിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ വളരെ നിരാശപ്പെടുത്തുമായിരുന്നു. ഒരു ഗോള് പോലും അടിക്കാൻ പറ്റാതെ സെൽഫി ഷോട്ടുകൾക്ക് ശ്രമിച്ച് കിട്ടുന്ന ചാൻസ് പോലും പാഴാക്കി കളയായിരുന്നു. അപ്പോൾ പൊതുവെ സെൽഫിഷ് പ്ലെയർ എന്നാണ് ജർമ്മൻ അറിയപ്പെട്ടിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്ന് മൂന്നാം സീസണൊക്കെ തുടങ്ങിയ ശേഷം. ഇൻഫാക്ട് രണ്ടാം സീസണിലും അതൊക്കെ ഗോളുകളായി മാറുകയായിരുന്നു. പക്ഷെ എന്നാലും ഫോം ആവുകയാണെങ്കിൽ അതെല്ലാം കൺവേർട്ട് ചെയ്ത് ഗോളാക്കാൻ ജർമ്മൻ സാധിക്കും. പിന്നെ വളരെ സന്തോഷ വാർത്ത എന്തെന്നാൽ, ഇപ്പോൾ പുള്ളി കളിച്ചുകൊണ്ടിരിക്കുന്ന ലീഗ് ഇവിടെ ഇംഗ്ലണ്ടിൽ സ്വന്തം നാട്ടിൽ എവിടെയാണ് കളിച്ചുകൊണ്ടിരുന്ന ലീഗിൽ ടോപ്പ് സ്കോറാണ് പുള്ളി എന്നാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെയാവുകയാണെങ്കിൽ ഈ കൊല്ലം മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ച് നമ്മളെല്ലാം സന്തോഷിപ്പിക്കുന്നത് നമുക്ക് കരുതാം. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതേപോലെ വീണ്ടും വരുന്ന പ്ലെയേഴ്സിനെ കുറിച്ചുള്ള ന്യൂസും റൂമേഴ്സും ഒക്കെ ഈ വീഡിയോസ് ഞാൻ ഇറക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ട്